ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് വില്ലകളാണ്. 6 വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്റ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടാണ്. നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന വില്ലകളിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 3.5 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ ഈ വില്ലകളിൽ നിന്നും കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വെറും 3 കിലോമീറ്റേഴ്സുമാണ് ദൂരം വരുന്നത്. ഈ 6 വില്ലകൾ ലാൻഡ് അളവ് വരുന്നത് ഏകദേശം 3.458 ആണ്. 3.458 ആണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. എല്ലാ വീടുകൾക്കും വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ലാൻഡ് അളവിൽ വരുന്നത്. കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 3.458 ആണ്. അതിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസങ്ങൾ മാത്രമാണ് ലാൻഡുകൾക്ക് വരുന്നത്. അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1500 ആണ്. അതിലും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ പറയുന്ന വില്ലകൾക്കെല്ലാം തന്നെ വരുന്നത്. ഇതിലിട്ടിരിക്കുന്ന പ്രൈസ് അതുകൊണ്ട് തന്നെ ഒരു കോമൺ പ്രൈസാണ്. ആ പ്രൈസ് അറിയണമെങ്കിലും വീടിൻ്റെ ബാക്കിയൊരു ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമ്മൾ വില്ലകളുടെ ആ ഒരു മെയിൻ എൻട്രൻസ്, ബാക്കി ഇങ്ങോട്ടുള്ള റോഡ്, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വേറൊരു കാര്യം പറയേണ്ടത്, ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ ബാക്കി നമ്മളുടെ സീപോർട്ട് റോഡിലേക്കൊക്കെ ഉള്ള ദൂരം ഞാൻ പറഞ്ഞു. ഇവിടെ നിന്നും നിയറസ്റ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ ഈ 6 വില്ലകളുടെയും ഏകദേശം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എല്ലാം തന്നെ സെയിം ആയിട്ട്, എലിവേഷൻ എല്ലാം തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. കുറച്ച് ബ്രിക്കിൻ്റെ വർക്കുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ മതിലിലും നമ്മളുടെ ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ മതിലിലും അതുപോലെ തന്നെ വീടിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ കുറച്ച് ജാളി വർക്കുകൾ കൂടി അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വീട് മെയിനായിട്ടൊരു വൈറ്റ് കളർ പെയിൻറ്റ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വില്ലകളിലേക്കുള്ള വഴി വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടൈലിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുടങ്ങുന്ന അവിടെ തുടങ്ങുന്നത്. ഈ ഒരു 6 വില്ലകൾക്ക് ഒരു മെയിൻ എൻട്രൻസ് ഒരു എൻട്രി ഉണ്ട്. അവിടെ നിന്നും ഈ വില്ലകളിലേക്കുള്ള വഴി കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറച്ചൊരു ജാളി വർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഡിസൈൻ ഇട്ട് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡല്ല, ഗേറ്റിനാകെ ഒരു പാളി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി നമുക്ക് സ്ലൈഡ് ചെയ്ത് ആ എൻഡ് വരെ കൊണ്ടുവയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്ത് വലിയൊരു കാർ പോർച്ച് നമുക്കിവിടെ കാണാം. ഏകദേശം ഒരു 2 കാറുകൾക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാവുന്നൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചും അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസൊക്കെ വന്നിട്ട് കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലെ കവേർഡ് കാർ പോർച്ച് വരുന്നത് ഈ ഒരു പോർച്ചാണ്. ഇത് ആക്ച്വലി പറയുമ്പോൾ നമ്മുടെ സ്ക്വയർ ഫീറ്റിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കാർ പോർച്ചിൻ്റെ ഫ്രെയിം വർക്ക് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് കാർ പോർച്ച് പണിയേണ്ടത്, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതിന് വരുന്ന ആ ഒരു എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഓണറായിട്ട് സംസാരിച്ചത് വേണ്ട രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ ഒരു സൈഡിൽ കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ട് തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള ആ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലാസ്റ്റ് വരെയും ബാക്ക് സൈഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ ഒരു നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റോണിന് കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ടൈലിട്ടിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നീറ്റായി അവർ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് കണ്ടു. നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡ് വന്നിട്ടാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് കൂട്ടിയിട്ടിട്ടാണ് അവർ പണിതിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് കൂടെയാണ് വരുന്നത്. വർക്ക് ഏരിയ ആക്ച്വലി ഈ പറയുന്ന വീടിന് കോസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. വർക്ക് ഏരിയ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. എനിവേ ഈ വീടിൻ്റെ ചുറ്റിനും കൂടെ നമുക്ക് വാസ്തുപരമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചുറ്റിനും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളതാണ്. നമുക്കിവിടെ 2 ടൈപ്സ് ഓഫ് വാട്ടർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള ഒരു വെല്ല് ഇവിടെയുണ്ട്, കിണർ വെള്ളം നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് KWAയുടെ വാട്ടറാണ്. ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. വീടിൻ്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഇത് 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് വീടിൻ്റെ മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അപ്പോൾ മെയിൻ ഡോറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇവിടുത്തെ വുഡിൻ്റെ വർക്കുകൾ, അതായത് വിൻഡോസ് ആണെങ്കിലും ഡോർസ് ആണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത് കട്ടല വന്നിട്ട് ആഞ്ഞിലയിലും ഡോറുകളും വിൻഡോസും ഒക്കെ വന്നിട്ട് മഹാഗണിയിലും. അപ്പോൾ വുഡിൻ്റെ വർക്കുകളെല്ലാം തന്നെ ആഞ്ഞിലയിലും മഹാഗണിയിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്ക് നമ്മൾ നേരെ കടക്കുമ്പോൾ ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് ഒരു വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ബ്ലൂയിഷ് ഡിസൈനും കൂടി അതിനകത്ത് മെർജായിരിക്കുന്ന രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് TV യൂണിറ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകളാണ് TV യൂണിറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. TV ഇരിക്കുന്ന ആ സ്പേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള വാൾപേപ്പറാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വിൻഡോസ് വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലൈറ്റുകൾ അങ്ങ് വാരി വലിച്ചിടാതെ ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകൾ ഇട്ടിട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന് താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡോറ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു സ്പേസിന് താഴെ വരുന്ന ഭാഗങ്ങൾ, അതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ വുഡ് കൊണ്ട് തന്നെ ചെറിയ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ വരുന്ന ഭാഗമാണെങ്കിലും കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ട് അവിടെ ലൈറ്റിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഡൈനിങ് ഏരിയയുടെ എൻട്രൻസ് വന്നിട്ടും ഹാഫ് ഒരു പോർഷൻ നന്നായിട്ട് തന്നെ വുഡിൻ്റെ കുറച്ച് ഡിസൈനുകളൊക്കെ കൊടുത്ത് നമുക്ക് ചെറിയ ഫ്ലവർ പോട്ടുകളൊക്കെ വയ്ക്കാനായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നേരെ തന്നെ നമുക്ക് അവിടെ വിൻഡോസ് കാണാവുന്നതാണ്. അതുകൂടാതെ അത്യാവശ്യം ഒരു 6 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ് അവർ ഡൈനിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ ആ ഒരു മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം അത്യാവശ്യത്തിന് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് റൂഫ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ അവർ കൊടുത്തിരിക്കുന്നത്. അതും ഒരു വുഡൻ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാവുന്ന കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല ഭംഗിയുള്ള കുറച്ച് പെബിൾസ് ഒക്കെ അവർ ഫില്ല് ചെയ്തിട്ടിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു വാഷ് ബേസിന് അവിടെ ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അതിന് താഴെ വരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിലും കബോർഡുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ ടോട്ടലായിട്ട് 3 ബെഡ്റൂമുകളാണ് വരുന്നത്. നമ്മൾ ഗസ്റ്റ് ലിവിങ് സ്പേസിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണാം. ഇതാണ് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ 2 സൈഡിലായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് കാണാൻ പറ്റുന്നത്. അതുകൂടാതെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മിററോട് കൂടി കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് അട്രാക്റ്റീവായ രീതിയിലും ഒട്ടും നമ്മൾ എടുത്ത് കാണിക്കാത്ത എന്നാൽ നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടി ഒരു വാൾപേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഇവിടുത്തെ എല്ലാം ഡോറുകളുടെ ആണെന്നുണ്ടെങ്കിലും ബാത്റൂമിലെ ഡോറിൻ്റെയൊക്കെ കളർ വരുന്നൊരു വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. അതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ ഒരു ബ്ലൂ കളറും വോളിൽ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ താഴത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഇവിടുത്തെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിൽ തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഒരു എൻട്രൻസിലൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ വുഡുകൾ കൊണ്ട് ധാരാളം വർക്കാണ് കൊടുത്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്.
അതുകൂടാതെ ഇവിടെ ഈ എൻട്രൻസിന് തൊട്ട് മുമ്പായിട്ട് വോളിലൊക്കെ നല്ല രീതിയിൽ തന്നെ വുഡിൻ്റെ ഒരു ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ട് അവിടെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഡൈനിങ് ഹോളും ഒക്കെ വളരെ ഭംഗിയാക്കിയിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കബോർഡുകളൊക്കെ വരുന്നത് ആ ഒരു വുഡ് കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ടോപ്പ് സ്ലാബ് ആണെന്നുണ്ടെങ്കിലും സറൗണ്ടിങ് ഏരിയാസൊക്കെ വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് അവിടെയായിട്ടാണ്. 2 വിൻഡോസും ആ ഒരു ഭാഗത്ത് അവർ കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള റൂമുകളിലെ പോലെ നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ കാണുന്ന ഈ ഒരു ഡോറ് നമ്മൾ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമ്മൾ ഈ വീടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി ഞാൻ കാണിച്ചിരുന്നു, ഒരു സ്പേസ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ്. വർക്ക് ഏരിയ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓണറായിട്ട് സംസാരിച്ച് നമ്മളത് ചെയ്യേണ്ടി വരും. അദ്ദേഹം അത് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. കസ്റ്റമേഴ്സിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇവിടെ ഓൾറെഡി ചെയ്തിരിക്കുന്ന ആ ഒരു കാർ പോർച്ചുണ്ട്. കാർ പോർച്ചും അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഏരിയയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ താഴത്തെ ഏകദേശം എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ എത്തിയിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കടന്നു വരുന്ന വഴികളിലൊക്കെ വുഡിൻ്റെ ചെറിയ ചെറിയ ബോക്സ് പോലത്തെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു ഭാഗമൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വലിയ ഹാളെന്ന് പറയാം, അതൊരു ചെറിയ സ്പേസ്, അത് ആവശ്യത്തിന് മാത്രമുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ചില വീടുകളിൽ ഒരുപാട് വലിയ ഹാള് കൊടുത്ത് ഒത്തിരി സ്പേസ് അവർ വെറുതെ കളയാറുണ്ട്. അങ്ങനെ ചെയ്യാതെ ആവശ്യത്തിന് മാത്രമുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കാണാം. നമുക്കിതിങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. താഴെ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ജാളി വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വീട് ഒരു 3 BHK ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ ഇവിടെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. ആ ഒരു ഭാഗത്ത് കോർണറിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂം വന്നിട്ടും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ബാത്റൂം ഫിറ്റിങ്സിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ എല്ലാം തന്നെ ബാത്റൂം ഫിറ്റിങ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറിൻ്റെയാണ്. ഇവിടുത്തെയും ബാത്റൂമിൻ്റെ ഡോറ് സെയിം പാറ്റേണും വൈറ്റ് കളറും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈല് വരുന്ന സമയത്ത് കുറച്ച് അട്രാക്റ്റീവായ നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഡ്രൈ ബാത്റൂം സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് തൊട്ടടുത്തായിട്ട് കുറച്ചൊരു സ്പേസ് നമ്മളിങ്ങനെ വിട്ടിട്ട് കുറച്ച് അകത്തേക്ക് മാറിയിട്ട് ചെറിയൊരു പാസേജ് പോലെ വന്നിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം കാണുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു വലുതായ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും 2 സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയുടെ ഇടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള വില്ലകളുടെയൊക്കെ ചില ഫൈനൽ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് വെൽഡ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും കുറച്ച് സൗണ്ടുകളാണ് വീഡിയോയുടെ അകത്ത് കേൾക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബ് വിത്ത് മിറർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് 3 ബാത്റൂമുകളിലും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് യെല്ലോയിഷ് കളറുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കാണണം. അതുകൂടാതെ ബാൽക്കണി കാണണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ചെറിയ ഒരു ബാൽക്കണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ബാക്കിയുള്ള വില്ലകളൊക്കെ കാണാം. ബാക്കിയുള്ള ഈ ഒരു വില്ല ഒഴിച്ച് ബാക്കി 5ഓളം വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാ വർക്കുകളും തന്നെ കഴിഞ്ഞ് ഫൈനൽ ചെറിയ ചെറിയ ടച്ചിങ്ങുകളും ഫിനിഷിങ്ങുകളും ഒക്കെ മാത്രമാണ് ഇത് നമുക്ക് തീരാനായിട്ടുള്ളൂ.
ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. യൂട്ടിലിറ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫ്ലോർ വന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട്. ഒരു വുഡൻ ഫിനിഷുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ് യൂട്ടിലിറ്റിയിൽ കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതൊരു റൂമിനോട് കൂടിയ എല്ലാ ഫെസിലിറ്റികളും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇത് ഗ്രില്ലൊന്നും ഇടാതെ കംപ്ലീറ്റ് ആയിട്ടൊരു റൂം പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോ ഒക്കെ ആണെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു വിൻഡോ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു കബോർഡ് ഫെസിലിറ്റി കൂടി അവരിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെർവൻറ്റിനൊക്കെ ഒരു റൂം കൊടുക്കണം എന്നുള്ളവർക്ക് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നത് കൂടാതെ ഒരു കോട്ടും കൂടി ഇടാനുള്ള സ്പേസ് കൂടി ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിനെ ഡോർ തുറന്ന് നമ്മൾ ചെല്ലുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. അതും ഇപ്പോൾ കാണുന്ന വീടുകളിലെ പോലെ തന്നെ റെഡിമെയ്ഡ് അല്ലാതെ ഫുള്ളായിട്ട് വാർത്തു തന്നെയാണ് അവർ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാക്കനാട് വീടുകൾ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അപ്പോൾ കാക്കനാടിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇത് എന്ന് തന്നെ പറയാം. ബിക്കോസ് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് മിൻഫ് പാർക്കിലേക്ക് വെറും 3.5 കിലോമീറ്റേഴ്സാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ കാക്കനാടിനോട് ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു വീട് നമുക്ക് സ്വന്തമാക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു വില്ല പ്രൊജക്റ്റിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ കൂടി ഒന്നിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനെ ഒന്നിച്ച് താമസിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു ലൊക്കേഷനാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ചുറ്റിനും റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരുപാട് ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയുള്ള നല്ലൊരു സ്ഥലത്ത് തന്നെയാണ്. ഏകദേശം കാക്കനാട്, അത്താണി ആ ഒരു ഭാഗങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെയാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള പ്രൈസും ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയുകയാണ്, മാർബിൾ ഹോംസിൽ വരുന്ന ഏത് വീടുകളും മാർബിൾ ഹോംസിൽ വരാത്ത വീടുകളുടെയും എല്ലാം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ വീടുകളുടെ ലോണ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലോണോട് കൂടിയിട്ട് ഒരു വീട് സ്വന്തമാക്കണമെങ്കിലും നിങ്ങൾക്ക് മാർബിൾ ഹോംസിനെ വിളിക്കാവുന്നതാണ്. നമ്മളിതിനകത്ത് വീഡിയോ കാണിക്കുന്ന എല്ലാ വീടുകളും നമ്മളെ ബിൽഡേഴ്സ് വിളിച്ച് പറയുന്ന എല്ലാ വീടുകളും നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വീഡിയോ എടുത്ത് ഇതിനകത്ത് ഇടാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുപോലെ നമുക്ക് വീഡിയോ വരാത്ത ഒരുപാട് വീടുകളും മാർബിൾ ഹോംസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഏരിയയിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇൻഫോ പാർക്ക് ഇത്രയും ദൂരം ഉണ്ടല്ലോ അല്ലെങ്കിൽ കാക്കനാട് ഇത്രയും ദൂരമുണ്ടല്ലോ എന്ന് ചിന്തിക്കാതെ കാക്കനാടിനോട് അടുത്തുള്ള വീടുകൾ വേറെ അറിയണമെന്നുണ്ടെങ്കിലും മാർബിൾ ഹോംസിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിലും ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിലും ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കംഫർട്ടായിട്ട് തന്നെ നമ്മുടെ കൂടെ വന്ന് നിങ്ങൾക്ക് വീടുകൾ കാണാവുന്നതാണ്. മറ്റുള്ളവരെ പോലെ നമ്മളൊരു ഏജൻറ്റിനെ വിട്ട് ആ ഒരു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞയച്ചിട്ടല്ല നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ തന്നെയാണ് മാക്സിമം നിങ്ങളെ അക്കമ്പനി ചെയ്ത് വീടുകൾ കൊണ്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാക്കനാട് ഒരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വീടല്ല നമ്മൾ ഒരിക്കലും കൊണ്ട് കാണിക്കുന്നത്. നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ടാണ് നിങ്ങളോട് ഓരോ വീടുകളുടെയും ലൊക്കേഷൻ പറയുന്നത്. കാക്കനാട് നിന്നും ഇത്ര കിലോമീറ്റർ, 3 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ മാറിയുള്ള വീടെന്ന് പറഞ്ഞാൽ അത് കൃത്യം അങ്ങനെ തന്നെ ആയിരിക്കാം. ബിക്കോസ് ഞാനത് എടുത്തു പറയാനുള്ള കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് പറയാറുണ്ട്. കാക്കനാട് വീടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കാണിച്ചത് പള്ളിക്കരയാണ് അല്ലെങ്കിൽ അവിടെ നിന്നും 20 കിലോമീറ്റർ ദൂരെയാണ് എന്നൊക്കെ കംപ്ലയിൻറ്റ്സ് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ മാർബിൾ ഹോംസിലൂടെ നിങ്ങൾക്ക് തരുന്ന ഡീറ്റെയിൽസ് വളരെ കൃത്യവും വ്യക്തതയുമായ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ തരുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വില്ലയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിനകത്ത് ഏകദേശം 6ഓളം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ ചെറിയ വണ്ടികളൊക്കെ വന്ന് പോകുന്നതിൻ്റെ ബഹളങ്ങളാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് പ്രൈസ് പറയുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഈ വില്ലകളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിനകത്ത് 6 വില്ലകളാണുള്ളത്. ഞാൻ ഈ പറയുന്ന വില്ലകളുടെ ഡീറ്റെയിൽസ്, അതായത് ലാൻഡിൻ്റെ അളവാണെന്നുണ്ടെങ്കിലും സ്ക്വയർ ഫീറ്റിൻ്റെ അളവാണെന്നുണ്ടെങ്കിലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ഓരോ വില്ലകൾക്കുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസ് കോമൺ ആയിട്ടൊരു പ്രൈസാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അത് പറയാൻ മാത്രമുള്ള വ്യത്യാസങ്ങളൊന്നും ഓരോ വില്ലകളും തമ്മിലില്ല. അപ്പം ഇതിൻ്റെ ഈ ലാൻഡ് എന്ന് പറയുന്നത് 3.458 സെൻറ്റാണ് ലാൻഡ് വരുന്നത്. ഈ വീട് ചെയ്തിരിക്കുന്നത് 1500 സ്ക്വയർ ഫീറ്റിലാണ്. ഇതൊരു 3 BHK ഹൗസാണ്. 2 ചെറിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ വില്ലകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ വില്ലകൾക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് 95 ലാക്സ് ആണ്. അത് ചെറുതായിട്ട് മാത്രം സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ മാത്രമാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ അടുത്ത് വിളിക്കുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇതിന് എന്തുവരെ പ്രൈസ് കുറയുമെന്നുള്ളത്. ബിക്കോസ് ഞങ്ങൾ ഇതിൻ്റെ മീഡിയേറ്റേഴ്സ് മാത്രമാണ്. നമ്മൾ ഈ വീടുകൾ മാർക്കറ്റ് ചെയ്യുന്നവരാണ്. നമ്മളോട് ഓണർ പറയുന്ന പ്രൈസാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ നല്ല കസ്റ്റമേഴ്സാണ്, ജെന്യൂനായ കസ്റ്റമേഴ്സ് ആണെന്ന് ഓണർക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അത് നമുക്ക് ഓണറുമായിട്ട് ഇരുന്ന് സംസാരിച്ച് നല്ലൊരു പ്രൈസിൽ നമുക്ക് ഈ വീടുകൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പം കാക്കനാട് ഇൻഫോ പാർക്കിനോടും സീപോർട്ട് എയർപോർട്ട് റോഡിനോടും ഒക്കെ ഇത്ര അടുത്ത് കിടക്കുന്ന ഈ വില്ലകൾക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് 95 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വില്ലകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.